അമേരിക്കൻ സൈനിക താവളങ്ങൾ നടത്തിയ ആക്രമണങ്ങളിൽ കോടികളുടെ നഷ്ടം. ഞെട്ടിക്കുന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത്. പശ്ചിമേഷ്യയിലെ അമേരിക്കൻ സൈനിക താവളങ്ങൾക്ക് നേരെ ഇറാൻ നടത്തിയ ആക്രമണത്തിന്റെ തീവ്രത കരുതിയതിനേക്കാൾ രൂക്ഷമാണെന്നാണ് റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നത്. പെന്റഗണിന്റെ പ്രാഥമിക നാശനഷ്ട കണക്കുകളേക്കാൾ വളരെ വലുതാണ് യഥാർത്ഥ കണക്കെന്ന് വാൾസ്ട്രീറ്റ് ജേർണലിന്റെ റിപ്പോർട്ട് വ്യക്തമാക്കുന്നു. ഗൾഫ് രാജ്യങ്ങളിലെ അമേരിക്കൻ നാവികസേന ആസ്ഥാനം ഉൾപ്പെടെ 20ഓളം അമേരിക്കൻ സൈനിക കേന്ദ്രങ്ങളിലാണ് ഇറാൻ ആക്രമണം നടത്തിയത്. ഇതേ തുടർന്ന് ഇറാന്റെ റഡാർ പരിധിക്ക് പുറത്തേക്ക് സൈനിക താവളങ്ങൾ മാറ്റുന്നതിനെ കുറിച്ച് അമേരിക്കൻ പ്രതിരോധ മന്ത്രാലയം നിർദ്ദേശിക്കുന്നത് റിപ്പോർട്ടിൽ പറയുന്നു. ഫെബ്രുവരി മുതൽ ബഹ്റൈനിലെ നേവൽ സപ്പോർട്ട് ആസ്ഥാനത്തിനു നേരെയുണ്ടായ ആക്രമണങ്ങൾ വൻ നാശനഷ്ടമാണ് ഉണ്ടായതെന്നാണ് റിപ്പോർട്ട് വ്യക്തമാക്കുന്നത്. താവളത്തിന്റെ കമാൻഡ് ആസ്ഥാനം, 12ഓളം കെട്ടിടങ്ങൾ, 2 സാറ്റലൈറ്റ് കമ്മ്യൂണിക്കേഷൻ ടെർമിനലുകൾ എന്നിവ തകർന്നു. ഗൾഫ് താവളങ്ങളുടെ സുരക്ഷാ ഭീഷണി മുൻ ഉദ്യോഗസ്ഥർ ചൂണ്ടിക്കാട്ടിയിരുന്നെങ്കിലും ട്രംപ് ഭരണകൂടത്തിന്റെ മാറ്റങ്ങൾ നടപ്പിലാക്കാൻ സാധിച്ചിരുന്നില്ലെന്ന് റിപ്പോർട്ടുകൾ വ്യക്തമാക്കി. സൈനിക താവളങ്ങളുടെ പുനർനിർമ്മാണത്തിന് കോടിക്കണക്കിന് ഡോളർ വരുമെന്നാണ് കരുതുന്നത്. ബഹ്റൈനിലെ താവളം പുനർനിർമ്മിക്കാൻ ഏകദേശം $400 മില്യൺ ചിലവ് വരുമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. യുദ്ധത്തിനായി ചിലവായ 29 ബില്യൺ ഇതുവരെ സൈനിക താവളങ്ങൾക്കുണ്ടായ ഈ നാശനഷ്ടങ്ങൾ ഉൾപ്പെടുത്തിയിട്ടില്ലെന്നും പെന്റഗൺ കോംട്രോളർ ജെ ഹാർസ്റ്റ് വ്യക്തമാക്കി. ഭാവിയിൽ ഇസ്രായേലിനെ ഒരു സൈനിക താവളമായി ഉപയോഗിക്കുന്ന കാര്യവും അമേരിക്കയുടെ പരിഗണനയിലുണ്ടെന്ന് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. കൂടാതെ പ്രധാനപ്പെട്ട കമാൻഡ് സെന്ററുകൾ ഭൂമിക്കടിയിലേക്ക് മാറ്റാനും സൈനിക ക്യാമ്പുകൾ ഒരിടത്ത് കേന്ദ്രീകരിക്കാതെ പലയിടത്തായി വിന്യസിക്കാനും പദ്ധതിയുണ്ട്. മേഖലയിൽ സംഘർഷം ശക്തമാകുന്ന സാഹചര്യത്തിൽ അമേരിക്കയുടെ ആക്രമണങ്ങൾ തുടർന്നാൽ ഇപ്പോൾ നടക്കുന്ന സമാധാന ചർച്ചകളിൽ നിന്നും പിന്മാറുമെന്ന് ഇറാൻ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. അതേസമയം US സൈന്യം ഇപ്പോൾ തങ്ങളുടെ പ്രാദേശിക നിലപാടിൽ വലിയ മാറ്റങ്ങൾ വരുത്തുന്നതിനെ കുറിച്ച് ആലോചിക്കുന്നുണ്ടെന്നും വാൾസ്ട്രീറ്റ് ജേർണൽ റിപ്പോർട്ട് പരാമർശിച്ചു. ബഹ്റൈൻ താവളം നവീകരിക്കുക, കുവൈറ്റിലും സൗദി അറേബ്യയിലുമുള്ള US സൈനിക സാന്നിധ്യം കുറയ്ക്കുക, ഇറാനിയൻ മിസൈലുകളുടെയും ഡ്രോണുകളുടെയും ഫലപ്രദമായ പരിധിക്കപ്പുറം ചില താവളങ്ങളോ സൈനിക പ്രവർത്തനങ്ങളോ പടിഞ്ഞാറോട്ട് മാറ്റുക എന്നിവ പെന്റഗൺ വിലയിരുത്തുന്നുണ്ടെന്നും റിപ്പോർട്ടിൽ ചർച്ചകളുമായി പരിചയമുള്ള ഉദ്യോഗസ്ഥർ പറഞ്ഞു. ആക്രമണങ്ങൾ തകർന്ന ഘടനകൾ പുനർനിർമ്മിക്കാൻ കഴിയില്ലെന്നും പകരം കമാൻഡ് ആൻഡ് കൺട്രോൾ സൗകര്യങ്ങൾ ഭൂമിക്കടിയിലേക്ക് മാറ്റാമെന്നും സൈനിക കഴിവുകൾ ഒന്നിലധികം സ്ഥലങ്ങളിൽ ചിതറിക്കിടക്കാമെന്നും റിപ്പോർട്ടിൽ പറയുന്നു. എന്നിരുന്നാലും അന്തിമ തീരുമാനങ്ങളൊന്നും എടുത്തിട്ടില്ലെന്ന് ഉദ്യോഗസ്ഥർ മുന്നറിയിപ്പ് നൽകി. നാശനഷ്ടങ്ങളുടെ സാമ്പത്തിക ആഘാതവും റിപ്പോർട്ട് പരിശോധിച്ചു. കഴിഞ്ഞ മാസം പെന്റഗൺ കൺട്രോളർ ജെയ് ഹാർട്സ് കോൺഗ്രസിനോട് പറഞ്ഞതായി റിപ്പോർട്ടിൽ പറയുന്നു. യുദ്ധത്തിന്റെ $29 ബില്യൺ ചിലവ് കണക്കാക്കിയതിൽ US സൈനിക താവളങ്ങളിൽ ഉണ്ടായ നാശനഷ്ടങ്ങൾ ഉൾപ്പെടുത്തിയിട്ടില്ല. പൊതുജനങ്ങൾക്ക് ലഭ്യമായ പ്രതിരോധ വകുപ്പിന്റെ ചിലവ് മാതൃകകളുടെയും സംഭരണ റിപ്പോർട്ടുകളുടെയും അവലോകനത്തെ അടിസ്ഥാനമാക്കി NSA ബഹ്റൈനിലെ തകർന്ന ഘടനകൾ പുനർനിർമ്മിക്കുന്നതിന് മാത്രം ഏകദേശം $400 ബില്യൺ ചിലവാകുമെന്ന് റിപ്പോർട്ട് കണക്കാക്കി. നിർമ്മാണ പ്രവർത്തനങ്ങൾ മാത്രമേ എസ്റ്റിമേറ്റിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളൂവെന്നും അവശിഷ്ടങ്ങൾ നീക്കം ചെയ്യൽ അല്ലെങ്കിൽ അധിക കോട്ടകൾ പണികൾ തുടങ്ങിയ ചിലവുകൾ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടില്ലെന്നും പത്രം ചൂണ്ടിക്കാട്ടി. യുദ്ധത്തിന്റെ ആകെ ചിലവ് ഏകദേശം $40 ബില്യൺ ആണെന്ന് സെന്റർ ഫോർ സ്ട്രാറ്റജിക് ആൻഡ് ഇന്റർനാഷണൽ സ്റ്റഡീസ് കണക്കാക്കിയതായി. ഇതിൽ $2.2 ബില്യൺ മുതൽ $5.1 ബില്യൺ വരെ മേഖലയിൽ ഉടനീളമുള്ള US സൈനിക താവളങ്ങൾക്കുണ്ടായ നാശനഷ്ടങ്ങൾ ഉൾപ്പെടുത്തുമെന്നും അതിൽ കൂട്ടിച്ചേർത്തു. ഗൾഫിലെ ദീർഘകാലമായി സ്ഥാപിതമായ US സൈനിക സൗകര്യങ്ങളുടെ വർദ്ധിച്ചു വരുന്ന ദുർബലതയെ ഈ സംഘർഷം എടുത്തു കാണിച്ചു. ഇറാൻ നിലവിലുള്ള കൃത്യതയുള്ള മിസൈലുകളുടെയും ഡ്രോണുകളുടെയും ആയുധശേഖരം വികസിപ്പിക്കുന്നതിന് മുൻപാണ് NSA ബഹ്റൈൻ നിർമ്മിക്കപ്പെട്ടതെന്നും റിപ്പോർട്ട് പറയുന്നു. ഗൾഫ് താവളങ്ങൾ കൂടുതൽ തുറന്നുകാട്ടപ്പെടുന്നുണ്ടെന്നും സൈനിക ഉദ്യോഗസ്ഥർ മുൻപ് മുന്നറിയിപ്പ് നൽകിയിരുന്നുവെന്നും പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ആദ്യ ഭരണകാലത്ത് ഇൻസ്റ്റാളേഷനുകൾ കൂടുതൽ പടിഞ്ഞാറോട്ട് മാറ്റാനുള്ള നിർദ്ദേശങ്ങൾ ചർച്ച ചെയ്തിരുന്നുവെങ്കിലും ഒരിക്കലും നടപ്പാക്കില്ല എന്നും അത് കൂട്ടിച്ചേർത്തു. അതേസമയം സംഘർഷം പ്രാദേശിക സുരക്ഷയെയും നയതന്ത്രത്തെയും ബാധിക്കുന്നതായി അസോസിയേറ്റഡ് പ്രസ് റിപ്പോർട്ട് ചെയ്തു. US ആക്രമണം തുടർന്നാൽ ചർച്ചകൾ പൂർണ്ണമായും നിർത്തലാക്കുമെന്ന് ഇറാൻ ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട്. അതേസമയം ഹോർമുസ് കടലിടുക്ക് ഉപരോധ ഇളവ്, ഇറാന്റെ സമ്പുഷ്ടീകരണ യുറേനിയ ശേഖരം എന്നിവ ഉൾപ്പെടുന്ന ചർച്ചകൾ പുനരാരംഭിക്കുമെന്നും പ്രതീക്ഷിക്കുന്നുണ്ട്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.